നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യാഗിൽ. ആദ്യം പ്രധാന വാർത്തകൾ. ചിമ്മിണി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി റിവർ സ്ലൂയിസ് തുറന്നു. ശമ്പളത്തിന് പുറമെ മന്ത്രി ഡോക്ടർ ബിന്ദു 2 ലക്ഷം രൂപ കൂടി മുഖ്യമന്ത്രിക്ക് നൽകി. കൊടുങ്ങല്ലൂരിൽ അനാശാസ്യം. 4 യുവതികളും 3 യുവാക്കളും പിടിയിൽ. ലോകമുലയൂട്ടൽ വാരാചരണം സമാപിച്ചു. വാർത്തകൾ വിശദമായി. ചിമ്മിണി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി റിവർ സ്ലൂയിസ് തുറന്നു. ചിമ്മിണി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 5 മണി വരെയും 9, 10 എന്നീ ദിവസങ്ങളിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയും റിവർ സ്ലൂയിസ് തുറന്ന് 1 സെക്കൻഡിൽ 6.36 ഘനമീറ്റർ എന്ന തോതിൽ കുറുമാലി പുഴയിലേക്ക് ജലം ഒഴുക്കിവിടുന്നതാണ്. ഇതുമൂലം പുഴയിൽ 10 മുതൽ 12 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരുന്നതാണ്. ആയതിനാൽ കരുവന്നൂർ, കുറുമാലി പുഴകളുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ശമ്പളത്തിന് പുറമെ മന്ത്രി ഡോക്ടർ ബിന്ദു 2 ലക്ഷം രൂപ കൂടി മുഖ്യമന്ത്രിക്ക് നൽകി. വയനാട് ദുരന്തബാധിതർക്ക് കൈത്താങ്ങാകാൻ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു 2 ലക്ഷം രൂപ കൂടി സംഭാവന നൽകി. മുഖ്യമന്ത്രിയുടെ ചേംബറിലെത്തി ഈ തുകയ്ക്കുള്ള ചെക്ക് മന്ത്രി ഡോക്ടർ ബിന്ദു മുഖ്യമന്ത്രിക്ക് കൈമാറി. മന്ത്രിമാർ നൽകുന്ന 1 മാസത്തെ ശമ്പളത്തിന് പുറമെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മന്ത്രി ഡോക്ടർ ബിന്ദുവിന്റെ സംഭാവന. കൊടുങ്ങല്ലൂരിൽ അനാശാസ്യം. 4 യുവതികളും 3 യുവാക്കളും പിടിയിൽ. ചന്തപ്പുര പരിസരത്ത് 3 ലോഡ്ജിൽ നിന്നാണ് അനാശാസ്യ പ്രവർത്തനം എത്തിയ 7 പേര് പിടികൂടിയത്. ലോഡ്ജ് കേന്ദ്രീകരിച്ച് അനാശാസ്യ പ്രവർത്തനം നടക്കുന്നു എന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. വിവിധ മുറികളിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ലോകമുലയൂട്ടൽ വാരാചരണം സമാപിച്ചു. ലോകമുലയൂട്ടൽ വാരാചരണം സമാപന പരിപാടി ജില്ലാ മെഡിക്കൽ ഓഫീസ്, ആരോഗ്യ കേരളം, തൃശൂർ ഒബ്സ്ട്രിക് ഗൈനക്കോളജി സൊസൈറ്റി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. കാറ്റിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി. ജില്ലാ പ്രസിഡന്റ് ഓഫീസർ ഡോക്ടർ ശ്രീദേവി ടി പി, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ ജയന്തി TK, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ, തൃശൂർ ഒബ്സ്ട്രിക് ഗൈനക്കോളജി സൊസൈറ്റി പ്രതിനിധി ഡോക്ടർ ശ്യാമ, ജില്ലാ മാസ് മീഡിയ ഓഫീസർ സന്തോഷ് കുമാർ PA എന്നിവർ സംസാരിച്ചു. തുടർന്ന് കളക്ടറേറ്റിലെ സ്ത്രീ ജീവനക്കാർക്ക് ഡോക്ടർ ഹൃദയ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ജില്ലയിൽ തയ്യാറാക്കിയ ബോധവൽക്കരണ ലഘുലേഖ ജില്ലാ കളക്ടർ പ്രകാശനം ചെയ്തു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന സമഗ്ര മുലയൂട്ടൽ പരിപാലന കേന്ദ്രം ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി പൊതുചടങ്ങ് CLMCയിലേക്ക് മുലപ്പാൽ ദാനം ചെയ്ത അമ്മമാരെ ആദരിക്കലും പരിപാടിയും സംഘടിപ്പിച്ചു. ഉദ്ഘാടനം അവണൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് തലക്കോട് നിർവഹിച്ചു. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ P അധ്യക്ഷത വഹിച്ചു. അതിരപ്പള്ളിയിൽ ക്രിസ്ത്യൻ ദേവാലയത്തിന് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. പെരിങ്ങൽകുത്ത് പുളിയിലപ്പാറ ക്രിസ്തുരാജ ദേവാലയത്തിനു നേരെയാണ് കാട്ടാനക്കൂട്ടം ആക്രമണം നടത്തിയത്. ദേവാലയത്തിനകത്തു കയറിയ കാട്ടാനക്കൂട്ടം തിരുസ്വരൂപം, ഫാൻ, ഫർണിച്ചർ, സ്പീക്കർ തുടങ്ങിയവ നശിപ്പിച്ചു. മാസങ്ങൾക്ക് മുമ്പ് നവീകരിച്ച ദേവാലയമാണ് കാട്ടാനക്കൂട്ടം ആക്രമിച്ചത്. ഇന്നലെ പുലർച്ചെയാണ് വലിയ വാതിൽ പൊളിച്ച് ആനകൾ കയറിയതെന്ന് കരുതുന്നു. ഉച്ചയ്ക്ക് പള്ളിയിൽ എത്തിയപ്പോഴാണ് നാട്ടുകാർ സംഭവം അറിഞ്ഞത്. പെരിങ്ങൽകുത്ത് ഡാമിന്റെ നിർമ്മാണ സമയത്ത് ഇംഗ്ലീഷുകാർ നിർമ്മിച്ച ദേവാലയത്തിൽ ഞായറാഴ്ചകളിൽ മാത്രമാണ് കുർബാന നടത്തി വരാറുള്ളത്. ആനകളെ ചെറുക്കാൻ എണ്ണ അതിർത്തിയിൽ സ്ഥാപിച്ച വൈദ്യുത വേലിയിൽ അറ്റകുറ്റപ്പണി മുടങ്ങി തകർന്ന നിലയിലാണ്. ഇതിലൂടെയായിരിക്കും കാട്ടാനക്കൂട്ടം
ഇതിലൂടെയായിരിക്കും കാട്ടാനക്കൂട്ടം കയറിയതെന്നാണ് കരുതുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താനേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള റിപ്പയറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വിട്ടുകൊടുക്കുക എന്നുള്ളത് ചില സമയങ്ങളിൽ സാധ്യമല്ല. എന്ത് ചെയ്യാം, മനുഷ്യന്മാരായി പോയില്ലേ. ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അവസാനം അത് പറഞ്ഞല്ലേ പറ്റൂ. അല്ലെങ്കിൽ അതിനെ സ്നേഹമെന്ന് വിളിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും നിങ്ങൾക്കായി 20,000 4G ടവറുകൾ സ്ഥാപിക്കുന്നത്. ഇനി അകലെ നിന്നുകൊണ്ട് അടുത്തറിഞ്ഞ് സന്തോഷം പങ്കുവയ്ക്കാം. BSNL, കണക്റ്റിംഗ് ഇന്ത്യ. വാർത്താനേരം തുടരുന്നു. ചാലക്കുടിയിൽ ടെലിഗ്രാം വഴി അധിക വരുമാനം വാഗ്ദാനം ചെയ്ത് 11.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 2 മലപ്പുറം സ്വദേശികൾ അറസ്റ്റിൽ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാം വഴി അധിക വരുമാനം വാഗ്ദാനം ചെയ്ത് മേലൂർ സ്വദേശിയിൽ നിന്നും 11.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 2 പേർ അറസ്റ്റിൽ. മലപ്പുറം വണ്ടിയൂർ സ്വദേശികളായ അഞ്ചച്ചാവടി കുരുങ്ങുണ്ണാൻ വീട്ടിൽ ഇർഷാദ്, പൂങ്ങോട്ട് അത്തിമന്നൻ വീട്ടിൽ ഷെഫീഖ് എന്നിവരെയാണ് കൊരട്ടി SHO അമൃതരംഗനും സംഘവും അറസ്റ്റ് ചെയ്തത്. മേലൂർ പൂവാക്കാട്ടുകുന്ന് സ്വദേശി ജെറിനിൽ നിന്നും പണം തട്ടിയ കേസിലാണ് ഇരുവരും അറസ്റ്റിലായത്. പ്രതികളിൽ നിന്ന് 60ഓളം ATM കാർഡുകളും പോലീസ് പിടികൂടി. തട്ടിപ്പ് സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും പോലീസ് പറഞ്ഞു. CPOമാരായ PK സജീഷ് കുമാർ, നിതീഷ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. തൃശൂർ ജില്ലാ റെസ്ലിംഗ് അസോസിയേഷനും SN ട്രസ്റ്റ് HSS നാട്ടിക സ്കൂളും സംയുക്തമായി നടത്തുന്ന തൃശൂർ ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് തൃപ്രയാർ TSGS സ്റ്റേഡിയത്തിൽ തുടക്കമായി. തൃശൂർ ജില്ലയിൽ 15ഓളം ക്ലബ്ബുകളിൽ നിന്നായി 400-ലധികം മത്സരാർത്ഥികൾ പങ്കെടുത്തു. സമ്മേളനത്തിൽ തൃശൂർ ജില്ലാ അസോസിയേഷൻ സെക്രട്ടറി ബബിൽനാഥ് സ്വാഗതം ആശംസിച്ചു. തൃശൂർ ജില്ലാ റെസ്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് സുജിത് PN അധ്യക്ഷത വഹിച്ചു. നാട്ടി നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KS സാംബശിവൻ, തൃശൂർ ജില്ലാ റെസ്ലിംഗ് അസോസിയേഷൻ രക്ഷാധികാരി K രാധാകൃഷ്ണൻ, ധനജയൻ മച്ചിങ്ങൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. SN HSS നാട്ടിക സ്കൂളിന്റെ ലോക്കൽ മാനേജർ PK പ്രസന്നൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഗ്രീഷ്മ സുഖിലേഷ്, വികസന സമിതി ചെയർമാൻ CS മണികണ്ഠൻ, തൃശൂർ ജില്ലാ റെസ്ലിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സുരേഷ് ഒട്ടാലി, അഡ്വക്കേറ്റ് CD ജോഫി, TSGA തൃപ്പയാർ സ്റ്റേഡിയം ജനറൽ സെക്രട്ടറി C അജിത് കുമാർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. SN HSS നാട്ടിക സ്കൂളിന്റെ പ്രിൻസിപ്പൽ ജയാബിനി GSP നന്ദി പറഞ്ഞു. നമ്മുടെ കായിക മത്സരങ്ങൾക്കൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ വലിയ മാനസികമായി വേദനിക്കുന്ന നമ്മുടെ വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകണം എന്നാണ് ആഗ്രഹിച്ചത്. ഇതിലാണ് പോകണം ആഗ്രഹിച്ചത്. ചിറ്റിലപ്പള്ളി IAS സ്കൂളിലെ വിദ്യാർത്ഥികൾ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. ചിറ്റിലപ്പള്ളി IAS സ്കൂളിലെ LKG മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികളുടെ ചേർത്തുവയ്ക്കലിൽ നിന്നും സ്വരുക്കൂട്ടിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. ഇങ്ങനെ ശേഖരിച്ച 1,36,000 രൂപയുമാണ് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനൊപ്പം കളക്ടറേറ്റിൽ എത്തിയത്. എല്ലാവരെയും ചേർത്ത് നിർത്തി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കുട്ടികളുടെ സമ്പാദ്യം ഏറ്റുവാങ്ങി. തങ്ങളുടെ ഇഷ്ടങ്ങളെക്കാൾ വലുത് വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവർക്കാണ് നൽകേണ്ടതെന്ന് ഇവർക്ക് ആരും പറഞ്ഞു നൽകേണ്ട വന്നില്ലെന്നാണ് പ്രിൻസിപ്പൽ സുജാത ടീച്ചർ പറഞ്ഞത്. വയനാട്ടിലെ കൊച്ചുകൂട്ടുകാർക്കായി ഞങ്ങളുടെ സന്തോഷം പങ്കുവെച്ചെന്ന മനസ്സോടെയാണ് കുട്ടികൾ ചേംബർ വിട്ടിറങ്ങിയത്. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിലെ ആദ്യത്തെ ബോട്ട് ജെട്ടി നിർമ്മാണം കയ്പമംഗലത്ത് കനോലി കനാലിന്റെ തീരത്ത് ആരംഭിച്ചു. കാക്കത്തിരുത്തി പാലത്തിന് സമീപമാണ് ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നത്. കയ്പമംഗലം കനോലി കനാലിന്റെ പഴയ കടവിലാണ് ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നത്. മുൻകാലങ്ങളിൽ ഇവിടെയാണ് വഞ്ചി അടുത്തിരുന്നത്. കോട്ടപ്പുറം, കണ്ടശങ്കടവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ചരക്കുകൾ കൊണ്ടുപോകുന്നതും വരുന്നതും എല്ലാം ഈ കടവ് വഴിയാണ്. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിൽ തൃപ്പയാർ, ഏനമാവ്, കയ്പമംഗലം എന്നിവിടങ്ങളിലായി 3 ബോട്ട് ജെട്ടികളാണ് നിർമ്മിക്കുന്നത്.
ഇതിനോട് ചേർന്ന് 40 മീറ്റർ നീളത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നുണ്ട്. 15 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള ബോട്ട് ജെട്ടിയാണ് നിർമ്മിക്കുന്നത്. 90 ലക്ഷം രൂപയാണ് പദ്ധതി തുക. ഇറിഗേഷൻ വകുപ്പിനാണ് നിർമ്മാണ ചുമതല. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് MLA ടൈസൺ മാസ്റ്റർ പറഞ്ഞു. ഓണം ഖാദിമേളയ്ക്ക് തുടക്കമായി. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഓണം ഖാദിമേള ജില്ലാതല ഉദ്ഘാടനം ഒളരിക്കര ഖാദി കോംപ്ലക്സിൽ P. ബാലചന്ദ്രൻ MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷനായി. ഖാദി ബോർഡ് അംഗം കമല സദാനന്ദൻ ആദ്യ വിൽപ്പനയും സമ്മാന കൂപ്പൺ വിതരണവും നടത്തി. ഓണം ഖാദി മേളയോടനുബന്ധിച്ച് സെപ്റ്റംബർ 14 വരെ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് 30% സർക്കാർ റിബേറ്റ് ഉണ്ടായിരിക്കും. പരിപാടിയിൽ ജില്ലാ പ്രൊജക്ട് ഓഫീസർ ധന്യ ദാമോദരൻ, യൂണിയൻ പ്രതിനിധികളായ OP ബിജോയ്, MO ഡൈസൺ, AM നൌഷാദ്, K. ലക്ഷ്മണൻ, ജില്ലാ ഗ്രാമപഞ്ചായത്ത് വ്യവസായ ഓഫീസർ KN മഞ്ജുഷ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിമ്മിണി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി റിവർ സ്ലൂയിസ് തുറന്നു. ശമ്പളത്തിന് പുറമെ മന്ത്രി ഡോക്ടർ ബിന്ദു 2 ലക്ഷം രൂപ കൂടി മുഖ്യമന്ത്രിക്ക് നൽകി. കൊടുങ്ങല്ലൂരിൽ അനാശാസ്യം, 4 യുവതികളും 3 യുവാക്കളും പിടിയിൽ. ലോകമുലയൂട്ടൽ വാരാചരണം സമാപിച്ചു. ഇതോടെ വാർത്താനേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.